ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 49-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ആരുടെ സ്മരണയാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളപൂരിതമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജോസിയായുടെ. 2. ജോസിയായുടെ സ്മരണ നാവിന് എന്തുപോലെയാണ്? ഉത്തരം തേൻ പോലെ. 3. ജോസിയായുടെ സ്മരണ വീഞ്ഞു സൽക്കാരത്തിൽ എപ്രകാരമാണ്? ഉത്തരം സംഗീതം പോലെ. 4. ഉത്തമ മാർഗത്തിൽ ചരിക്കുകയും ജനത്തെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തത് ആരെന്നാണ് പ്രഭാഷകൻ അധ്യായം 49-ൽ പറയുന്നത്? ഉത്തരം ജോസിയ. 5. ഉത്തമ മാർഗത്തിൽ ചരിച്ച ജോസിയ ജനത്തെ മാനസാന്തരപ്പെടുത്തി നീക്കിക്കളഞ്ഞതെന്താണ്? ഉത്തരം പാപത്തിൻ്റെ മ്ലേച്ഛത. 6. ജോസിയായുടെ ഹൃദയം ആരിലാണ് ഉറപ്പിച്ചത്? ഉത്തരം കർത്താവിൽ. 7. ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത്? ഉത്തരം ദൈവഭക്തി. 8. പ്രഭാഷകൻ 49:4 പ്രകാരം ആരൊക്കെയാണ് പാപത്തിൽ മുഴുകാതെ ജീവിച്ചത്? ഉത്തരം ദാവീദ്, ഹെസക്കിയ, ജോസിയ. 9. അത്യുന്നതൻ്റെ നിയമങ്ങൾ നിരസിച്ചതുകൊണ്ട് അസ്തമിച്ച വംശം ഏത്? ഉത്തരം യൂദാ രാജവംശം. 10. യൂദാ രാജവംശം മറ്റുള്ളവർക്ക് അടിയറ വെച്ചത് എന്ത്? ഉത്തരം അധികാരം. 11. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജെറമിയ. 12. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ജെറമിയ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി. 13. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകൻ ആര്? ഉത്തരം എസെക്കിയേൽ. 14. പ്രഭാഷകൻ 49:9 പ്രകാരം ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? ഉത്തരം കൊടുങ്കാറ്റ്. 15. ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ച ദൈവം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് എന്തു ചെയ്തു? ഉത്തരം നന്മ. 16. ഏതു ജനത്തെയാണ് ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത്? ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ. 17. ആരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം 12 പ്രവാചകന്മാരുടെ. 18. ആരാണ് യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത്? ഉത്തരം 12 പ്രവാചകന്മാർ. 19. ആരുടെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്നാണ് പ്രഭാഷകൻ 49:11 ചോദിക്കുന്നത്? ഉത്തരം സെറുബാബേലിൻ്റെ. 20. വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം സെറുബാബേൽ. 21. യഹോസദാക്കിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം യെശുവ. 22. സെറുബാബേലിനെ പോലെ പ്രഭാഷകൻ കാണുന്നത് ആരെയാണ്? ഉത്തരം യെശുവായെ. 23. സെറുബാബേലും യെശുവായും തങ്ങളുടെ നാളുകളിൽ എന്ത് പണിതു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ആലയം. 24. ആരുടെ സ്മരണയും ശാശ്വതമാണെന്നാണ് പ്രഭാഷകൻ 49:13 പറയുന്നത്? ഉത്തരം നെഹമിയായുടെ. 25. കർത്താവിന് നിത്യമഹത്വത്തിനു വേണ്ടി
പണിതുയർത്തിയത് എന്ത്? ഉത്തരം വിശുദ്ധ മന്ദിരം. 26 നെഹമ്യ പടുത്തുയർത്തിയത് എന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം വീണുപോയ കോട്ടകൾ. 27 വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിച്ച് നെഹമ്യ പുനരുദ്ധരിച്ചത് എന്തായിരുന്നു? ഉത്തരം വീണുപോയ വീടുകൾ. 28 ആർക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഹെനോക്കിന്. 29 ഹെനോക്ക് സംവഹിക്കപ്പെട്ടത് എവിടെ നിന്നാണ്? ഉത്തരം ഭൂമിയിൽ നിന്ന്. 30 പ്രഭാഷകൻ അദ്ധ്യായം 49 ഹെനോക്കിനു ശേഷം ആരെപ്പറ്റിയാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത്? ഉത്തരം ജോസഫ്. 31 ആരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ നമ്മെ അറിയിക്കുന്നത്? ഉത്തരം ജോസഫിൻ്റെ. 32 സൃഷ്ടികൾക്കെല്ലാം ഉപരിയായിട്ടുള്ളത് ആര്? ഉത്തരം ആദം. 33 പ്രഭാഷകൻ അദ്ധ്യായം 49 ബഹുമാനിതരാണ് എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? ഉത്തരം ഷേമിനെ പറ്റിയും സേത്തിനെ പറ്റിയും. 34 പ്രഭാഷകൻ അദ്ധ്യായം 49 ആരംഭത്തിൽ പ്രഭാഷകൻ സ്മരിക്കുന്നത് ആരെയാണ്? ഉത്തരം ജോസിയായെ. 35 പ്രഭാഷകൻ അദ്ധ്യായം 49 അവസാനത്തിൽ പ്രഭാഷകൻ സ്മരിക്കുന്നത് ആരെയാണ്? ഉത്തരം ആദത്തെ.